മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൊലപാതകമാണ് നടന്നത്. കളിയിക്കാവിളയിൽ ക്രഷർ ഉടമ തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി ദീപുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി. കാറിനുള്ളിൽ വെച്ച് കഴുത്തറുത്താണ് ദീപുവിനെ കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന മണിക്കൂറിനുള്ളിൽ കേസിൽ ഒരാൾ പിടിയിലായി. തിരുവനന്തപുരം മലയം സ്വദേശി അമ്പിളിയാണ് സംഭവത്തിൽ പിടിയിലായത്. തിരുവനന്തപുരത്തെ ഗുണ്ട മൊട്ടാനിയെ കൊലപ്പെടുത്തിയ കേസിലും അമ്പിളി പ്രതിയാണ്. സംസ്ഥാനത്തെ മുൻ ഗുണ്ടാ തലവനാണ് ഇയാൾ. തിരുവനന്തപുരത്തു നിന്നും പിടിയിലായ ഇയാളെ തമിഴ്നാട് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ദീപുവിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ ചില സൂചനകളെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അമ്പിളി എന്ന ഷാജിയിലേക്ക് പോലീസ് അന്വേഷണം എത്തിയത്. ഇയാൾ പണം ആവശ്യപ്പെട്ട് ദീപുവിനെ നേരത്തെയും ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ എന്തിനായിരുന്നു കൊലപാതകമെന്ന് വ്യക്തമല്ല. 51-കാരനായ ഇയാൾ ഇപ്പോൾ സ്പിരിറ്റ് ക്വാറി മണ്ണു മാഫിയകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണെന്ന് പോലീസ് സൂചന നൽകി. മണ്ണുമാന്തി യന്ത്രം വാങ്ങാൻ 10 ലക്ഷം രൂപയുമായി പൊള്ളാച്ചിയിലേക്ക് പോയതാണ് ദീപു. വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്ന ദൃശ്യം CCTV പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. കൂടാതെ കാറിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടു. തുടർന്ന് ദീപുവുമായി അടുപ്പമുള്ളയാളാണ് കാറിൽ സഞ്ചരിച്ചതെന്ന് പോലീസിന് തെളിവ് ലഭിച്ചു. അടുപ്പക്കാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് അമ്പിളിയിലേക്ക് എത്തിയത്. ദീപുവിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഗുണ്ടാ സംഘമാണെന്ന സൂചന നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു. പണം ആവശ്യപ്പെട്ട് അടുത്തിടെ ഗുണ്ടാ സംഘം ദീപുവിനെ വിളിച്ചതായി ഭാര്യ വിധു മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യം 10 ലക്ഷം പിന്നീട് 5 ലക്ഷവും ആവശ്യപ്പെട്ടെന്നാണ് ദീപു പറഞ്ഞിരിക്കുന്നത്. പണം നൽകാതായപ്പോൾ മക്കളെ തട്ടിക്കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തി മറ്റൊരു സംഘം 50 ലക്ഷം ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച രാത്രി 7:30യോടെ വീട്ടിൽ നിന്നും പോയ ദീപു കളിയിക്കാവിള പോലീസ് സ്റ്റേഷനിൽ നിന്ന് 200 മീറ്റർ മാറി കാർ പാർക്ക് ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത്. സീറ്റ് ബെൽറ്റ് ധരിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു ദീപു. വാഹനം ഓഫ് ചെയ്തിരുന്നില്ല. ബോണറ്റ് പൊക്കി വെച്ച് ലൈറ്റ് ഓൺ ചെയ്ത നിലയിലായിരുന്നു വാഹനം കണ്ടെത്തിയത്. പെട്രോളിങ്ങിനിറങ്ങിയ പോലീസ് സംഘം പരിശോധന നടത്തി. അപ്പോഴാണ് കഴുത്തറുത്ത നിലയിൽ ദീപുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ജീവനക്കാരെ ഉൾപ്പെടെ ഒഴിവാക്കി ദീപു അമ്പിളിയുമായി എന്തിന് കാറിൽ കോയമ്പത്തൂരിലേക്ക് പോയി എന്നതാണ് ഇനിയും കണ്ടെത്തേണ്ടത്. മൂക്കുന്നിമലയിൽ ദീപുവിന് ഒരു ക്വാറി ഉണ്ടായിരുന്നു. ഇതിനടുത്താണ് അമ്പിളിയുടെ വീട്. ഇയാൾ ക്വാറിക്ക് സംരക്ഷണം നൽകിയിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിലൂടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതിനിടെ അമ്പിളി മൊഴിമാറ്റി പറയുന്നു എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. കേസിൽ ഉത്തരം കിട്ടേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട്. കൊലപാതകത്തിന്റെ ദുരൂഹത പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം.